ഇത് ഞങ്ങളുള്ളത് അലയിൽ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ആൾ സർവീസ് പാർക്കിലാണുള്ളത്. ആൾ സർവീസ് പാർക്ക് നമ്മളെ സിറ്റി സെൻറ്ററിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഇവിടെ കുട്ടികൾക്കുള്ള പുതിയ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പിൻവശത്തായിട്ട് കാണാം. ഇവിടെയുള്ള ഓരോ റൈഡുകൾക്ക് 20 തരംസ് 10 തരംസ് എന്ന രീതിയിലാണ് ചാർജ് വരുന്നത്. നമ്മൾ കുട്ടികളുമായിട്ട് വന്നാൽ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ, അതുപോലെ തന്നെ ബൗൺസി സ്ലൈഡ്, ഇങ്ങനെ പ്രത്യേകിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്ര നേരം കുട്ടികൾ കളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ് ഇവിടെ. ഞങ്ങൾ വീക്കെൻഡിൽ എത്തിയത് കൊണ്ട് തന്നെ നല്ല റഷും എല്ലാം ഇവിടെ ഉണ്ട്. അതുകൂടെ തന്നെ നമുക്കിവിടെ ക്യാമ്പിങ്ങിന് കാര്യങ്ങളെല്ലാം പറ്റുന്നതാണ്. നമുക്ക് ബാർബിക്യൂ എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റികളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ വരുന്നവരെല്ലാം വീക്കെൻഡിൽ തന്നെ എത്താൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വീക്കെൻഡിലാകുമ്പോൾ എമിറാത്തി ട്രഡീഷണൽ ടൈപ്പ് ഫുഡ് കാര്യങ്ങൾ, അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ നിങ്ങൾക്ക് വേഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. സാറ്റർഡേ ദിവസമാണ് ഇത് മെയിനായിട്ടുള്ള ട്രഡീഷണൽ മാർക്കറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നവർക്ക് 24 hour ക്യാമ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഇതുപോലെ 24 hour സെക്യൂരിറ്റി ഫെസിലിറ്റികളും കാര്യങ്ങളും ഉള്ള ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ പൊതുവെ അലയിൽ കുറവാണ്. അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള പല ഐറ്റംസുകൾ നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. മെഴുക്, അത് കഴിഞ്ഞ ടോയ്സ് കാര്യങ്ങളെല്ലാം, ക്ലോത്തുകൾ, പല പല ഐറ്റംസ്. അതുകൂടാണ് ട്രഡീഷണൽ ഫുഡുകൾ, പല രാജ്യങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളെല്ലാം ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. ഡേറ്റ്സുകൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇത് സെറ്റ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാർബിക്യൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മജിലിസ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലെ ട്രഡീഷണൽ ഫുഡുകൾ നമുക്കിവിടെ കാണുന്നത്. ഫിലിപ്പീൻസ്, അതുപോലെ ഇറാൻ, എമിറാത്തുകൾ, പല രാജ്യങ്ങളുടെ. അതുകൂടാതെ തന്നെ സർവീസ് പാർക്കിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു പുതിയ ഗാർഡൻ്റെ പരിപാടികളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അത് റീസെൻ്റ് തന്നെ ഓപ്പൺ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ ഗാർഡൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.